നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ പുതിയ നികുതി പരിഷ്കരണ കരട് പുറത്തു വന്നു. ഇതനുസരിച്ച് 2027-28 വർഷങ്ങളിൽ നികുതി ഇളവുകളുടെ അതായത് സ്റ്റോയർ എൻലാസ്റ്റും എന്നതിന്റെ പ്രധാന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അടിസ്ഥാന നികുതി ഇളവ് അതായത് ഗ്രൗണ്ട് ഫ്രൈ ബെത്രാക് വരുമാനത്തിന്മേൽ നികുതി ഈടാകാത്ത അടിസ്ഥാന പരിധി ഉയർത്താനാണ് നിർദ്ദേശം. പരോക്ഷ നികുതി വർധനവ് തടയൽ, പണപ്പെരുപ്പത്തിന് അനുസൃതമായി നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്തി കൂടുതൽ തുക കയ്യിൽ കിട്ടുന്ന രീതിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കുടുംബങ്ങൾക്കുള്ള ഇളവുകൾ അതായത് കിൻഡർ ഫ്രൈ ബെത്രാക് അനുസരിച്ച് കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് നികുതി ഇളവ് തുക വർദ്ധിപ്പിക്കുകയും, എന്നാൽ ആരോഗ്യ ഇൻഷുറൻസ്, ക്രാങ്കൻഫർസിഷവും നഴ്സിംഗ് കെയർ ഇൻഷുറൻസ്, പ്ലീഗഫർസിഷവും തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ വിഹിതങ്ങളിലെ സോഷ്യൽ അബ്ദാബയിലെ വർധനവ് കാരണം യഥാർത്ഥത്തിൽ കയ്യിൽ കിട്ടുന്ന അറ്റാദായം അതായത് നെറ്റോ കുറവായിരിക്കാനും സാധ്യതയുണ്ട്. ഓരോരുത്തരുടെ വരുമാന തലവും ബ്രൂട്ടോ ഐൻകോമൻ നികുതി ക്ലാസും സ്റ്റോയർ ക്ലാസ് അനുസരിച്ച് ഈ മാറ്റം ഓരോരുത്തരുടെയും അക്കൗണ്ടിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ഇനി പറയുന്നു. ജർമ്മനിയിൽ കുട്ടികളില്ലാത്ത സ്റ്റോയർ ക്ലാസ് ഐൻസ് വിഭാഗത്തിൽപ്പെട്ട പ്രതിമാസം 3500 യൂറോ ഗ്രോസ് വരുമാനമുള്ള അല്ലെങ്കിൽ പ്രതിവർഷം 40,000 യൂറോ വരുമാനമുള്ള ഒരാൾക്ക് 2027-28 നികുതി പരിഷ്കരണത്തിൽ മാറ്റങ്ങൾ ഇനി പറയുന്നതാണ്. നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ് 420 മുതൽ 440 വരെയായിരിക്കും. ഇതിൽ 8 മുതൽ 15 യൂറോ വരെ നികുതി ഇളവ് ലഭിക്കും. സാമൂഹിക സുരക്ഷാ വിഹിതം 730 യൂറോ മുതൽ 750 യൂറോ വരെയായിരിക്കും. ഇതിൽ 10 മുതൽ 20 യൂറോ വരെയാണ് ഇൻഷുറൻസ് നിരക്ക് വർദ്ധിക്കുന്നത്. ഇനിയും അറ്റാദായം നെറ്റ് ഇൻകത്തിൽ 2310 അല്ലെങ്കിൽ 2330 യൂറോ ആയിരിക്കും ലഭിക്കുക. ഇനി 2 കുട്ടികളുള്ള സ്റ്റോർ ക്ലാസ് ഐൻസ് വിഭാഗത്തിൽപ്പെടുന്നവരുടെ പ്രതിമാസം 3500 യൂറോ ഗ്രോസ് വരുമാനമുള്ള അല്ലെങ്കിൽ 40,000 പ്രതിവർഷം വരുമാനമുള്ള ഒരാൾക്ക് 2027-28 വർഷത്തിൽ നികുതി നൽകേണ്ടുന്നത് 420 മുതൽ 440 വരെയാവും. നികുതി ഇളവ് ലഭിക്കുക 10 മുതൽ 18 വരെ യൂറോ ആവും. സാമൂഹിക സുരക്ഷാ വിഹിതം 690 മുതൽ 710 യൂറോ വരെയാവും. ഇതിൽ 8 മുതൽ 15 വരെ ഇൻഷുറൻസ് നിരക്ക് വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നെറ്റ് ഇൻകമായി ലഭിക്കുക 2350 യൂറോ ആയിരിക്കും. ഏകദേശ കണക്കാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. എന്തായാലും 2027-28 വർഷങ്ങളിലാണ് പുതിയ നികുതി പ്രാബല്യത്തിൽ വരിക. ജർമ്മനിയിൽ TV ലൈസൻസ് ഫീസ് കൂട്ടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കവേ അയൽ രാജ്യമായ പോളണ്ടിൽ വാർഷിക TV റേഡിയോ നിരക്കുകൾ പൂർണ്ണമായും നിർത്തലാക്കാൻ ഒരുങ്ങുകയാണ്. 2027 ജനുവരി 1 മുതലാണ് മാറ്റം പ്രാബല്യത്തിൽ വരുന്നത്. പോളണ്ടിലെ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന വാർത്തകൾ നൽകുമ്പോൾ ജർമ്മനിയിലെ സ്ഥിതി വ്യത്യസ്തമാണ്. നിലവിൽ പ്രതിമാസം 18.36 യൂറോ നൽകുന്ന ജർമ്മനിയിലുള്ളവർ 2027 മുതൽ ഈ നിരക്ക് 18.64 യൂറോ ആയി ഉയർത്തി നൽകേണ്ടുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ജർമ്മനിയിലെ തൂരിംഗൻ വനമേഖലയിൽ നടത്തിയ കൂറ്റൻ ICE എക്സ്പ്രസ് ട്രെയിൻ ദുരന്ത നിവാരണ മോക്ക് ഡ്രിൽ വൻ പരാജയത്തിൽ കലാശിച്ചു. 250-ലധികം ദുരന്ത നിവാരണ സേനാംഗങ്ങൾ പങ്കെടുത്ത ഡ്രില്ലിൽ ടണലിന്റെ ഉള്ളിൽ തീപിടിച്ച ട്രെയിനിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ സേനാംഗങ്ങൾ എത്തിയത് ദുരന്ത നിവാരണ അലാറം അടിച്ച് 2 മണിക്കൂറിന് ശേഷമാണ്. സംഭവിച്ചത് ഭീകര വീഴ്ചയാണെന്ന് അഗ്നിശമന വിദഗ്ധർ പ്രതികരിക്കുകയും ചെയ്തു. ന്യൂറംബർഗ് എയർഫോർട്ട് റൂട്ടിലെ 1320 മീറ്റർ നീളമുള്ള സാൻഡ്ബർഗ് ടണലിനുള്ളിൽ 100 യാത്രക്കാരുമായി പോയ ICE ട്രെയിനിന് തീപിടിക്കുന്ന രീതിയിലാണ് വിപുലമായ മോക്ക് ഡ്രിൽ പ്ലാൻ ചെയ്തിരുന്നത്. എമർജൻസി കോൾ ലഭിച്ച് 10 മുതൽ 25 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സും രക്ഷാസേനയും എത്തണമെന്നായിരുന്നു പ്ലാൻ. എന്നാൽ 2 മണിക്കൂറിലകം വൈകിയാണ് രക്ഷാസംഘം എത്തിയത്. സെപ്റ്റംബർ 6 നടക്കാനിരിക്കുന്ന സാക്സൺ അൻഹാൾട്ട് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ജർമ്മൻ രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. ഏറ്റവും പുതിയ അഭിപ്രായ സർവേകളിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfD 41% വോട്ടുകളോടെ ബഹുദൂരം മുന്നിലാണ്. നിലവിൽ ഭരണം നടത്തുന്ന CDU 24% പിന്തുണയോടെ രണ്ടാമതുണ്ട്. അതേസമയം AfDക്ക് ഭരണത്തിലേക്ക് വഴി തുറക്കാൻ PSW കൂട്ടിനുമുണ്ട്. നിലവിൽ 4% പിന്തുണയുള്ള സാറ വാഗൻനെസ്റ്റിന്റെ PSW പാർട്ടി 5% വോട്ട് നേടി പാർലമെന്റ്
പാർലമെന്റിൽ പ്രവേശിക്കാനാണ് ഇപ്പോൾ ചർച്ചകളിലൂടെ വഴി തുറക്കുന്നത്. അതേസമയം ബ്രാൻഡ് പവർ അവസാനിപ്പിച്ചുകൊണ്ട് പുതിയ ബന്ധങ്ങൾ തുടരണമെന്നാണ് PSWന്റെ ആഗ്രഹം. സർവേകളിൽ നിലവിലെ ഭരണകക്ഷിയായ CDU തിരിച്ചടി നേരിടുമ്പോൾ AfDയുടെയും PSWന്റെയും പുതിയ നീക്കങ്ങൾ ജർമ്മൻ രാഷ്ട്രീയത്തിൽ വലിയ അമ്പരപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മൊത്തത്തിൽ ജർമ്മൻ ദേശീയ പാർട്ടികളുടെ ജനപിന്തുണ AfD 28%, ഭരണകക്ഷികളായ CDU CSU 21%, ഗ്രീൻ പാർട്ടിക്കാർ 13 മുതൽ 15%, SPD 12%, ഡി ലിങ്കെ 11%, FDP 4 മുതൽ 5%ത്തിലുമാണ് നിൽക്കുന്നത്. ഇക്കൊല്ലത്തെ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ ശ്രാവണപ്പുലരി സംഗീത ആൽബം ഉടൻ റിലീസ് ചെയ്യും. ഈ വർഷത്തെ ഓണാഘോഷത്തിന് ഉത്സവ തനിമ പകർന്ന് മധുരം നിറയ്ക്കാൻ ജോസ് കുമ്പളുവേലിൽ രചിച്ച ഏറ്റവും പുതിയ ഓണപ്പാട്ടിന്റെ റെക്കോർഡിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ശ്രാവണപ്പുലരി എന്നാണ് ഈ മനോഹര ഗാനത്തിന് പേര് നൽകിയിരിക്കുന്നത്. കൊച്ചി മെട്രോ സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്ത ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് ഷാൻഡി ആന്റണി അങ്കമാലിയാണ്. ചിത്ര അരുണാണ് ഗാനം പാടിയിരിക്കുന്നത്. ഓർക്കസ്ട്രേഷൻ ജോബി പ്രീമോസ്. ഷിയാസ് മേനോനിലാണ് സോങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുമ്പിൾ ക്രിയേഷൻസിന്റെ ബാനറിൽ ജെൻസ് ജോയൽ, ഷീന കുമ്പിളുവേൽ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ സംഗീത വിരുന്ന് പ്രവാസി ഓൺലൈനിന്റെ സഹകരണത്തോടെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15-ന് ജർമ്മനിയിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ഓണാഘോഷ ചടങ്ങിൽ വെച്ച് ശ്രാവണപ്പുലരി എന്ന സിംഗിൾ ആൽബം ഓണം സോങ് ഔദ്യോഗികമായി റിലീസ് ചെയ്യും. ഈ സംരംഭത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും പിന്തുണയും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ശരീര സ്വാതന്ത്ര്യം, സ്വാഭാവികത, സഹിഷ്ണുത എന്നിവ ഉയർത്തിപ്പിടിച്ച് ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ വേറിട്ടൊരു പ്രതിഷേധം നടന്നു. വേൾഡ് നേക്കഡ് ബൈക്ക് റൈഡിന്റെ ഭാഗമായി ബവേറിയ ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ 700ഓളം ആളുകളാണ് ആടയാഭരണങ്ങൾ ഉപയോഗിച്ച് സൈക്കിളുകളിൽ ബെർലിൻ നഗരത്തെ വലം വെച്ചത്. 33 കിലോമീറ്റർ നീണ്ട വേറിട്ട പ്രതിഷേധമായിരുന്നു നടന്നത്. ബെർലിനിലെ മൗർ പാർക്കിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലി 33 കിലോമീറ്ററോളം സഞ്ചരിച്ച് നഗരമധ്യത്തിലൂടെ കടന്നുപോയി. പാർലമെന്റ് മന്ദിരമായ ബുണ്ടസ്റ്റാഗിന് മുന്നിലൂടെ റാലി കടന്നുപോകാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് പ്രത്യേക അനുമതിയും വാങ്ങിയിരുന്നു. ബവേറിയൻ നഗരമായ ആഷാഫൻബർഗിൽ നിന്നുള്ള ഡെന്തൽ അസിസ്റ്റന്റ്, ഫ്രാങ്ക്ഫർട്ടിൽ നിന്നുള്ള എഞ്ചിനീയർ, ഫിനാൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ളവരാണ് റാലിയിൽ പങ്കെടുത്തത്. ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്താൽ മുഖം മൂടിയും കറുത്ത സോക്സും ധരിച്ചും പങ്കെടുത്തവരും ഉണ്ടായിരുന്നു. ശരീരത്തോടുള്ള അപകർഷതാബോധം മാറ്റാനും നഗ്നതയൊരു സാധാരണ കാര്യമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുമാണ് ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പോലീസിന്റെ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് റാലി സമാപിച്ചത്. 10 പേരെ കൊലപ്പെടുത്തുകയും 27 പേരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ക്ലിനിക്കൽ കെയർടേക്കർ കൂടുതൽ രോഗികളെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തൽ. നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലെ ഊർസലിനുള്ള റൈൻമാസ് ക്ലിനിക്കിൽ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്ന ഉൾഡ്രിഷ് എസ് എന്ന 45-കാരനായ നഴ്സിനെതിരെ 120-ലധികം പുതിയ സംഭവങ്ങൾ ഉണ്ടായതായി അന്വേഷണം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആഹൻ കൊളോൺ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇതിൽ 48 മൃതദേഹങ്ങൾ പുറത്ത് പരിശോധിക്കുന്നുണ്ട്. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം 46 മൃതദേഹങ്ങൾ കബറിടങ്ങളിൽ നിന്നും പുറത്തെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ജോലി സമയത്ത് സ്വസ്ഥമായി ഇരിക്കുന്നതിനായി ഗുരുതര രോഗാവസ്ഥയിലുള്ള രോഗികൾക്ക് മാരകമായ അളവിൽ വേദന സംഹാരികളും ഉറക്കഗുളികളും നൽകി മയക്കിക്കിടത്തുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുകയായിരുന്നു ഇയാളുടെ രീതി. 2023 ഡിസംബർ മുതൽ 2024 മെയ് വരെയുള്ള കാലഘട്ടത്തിലെ കുറ്റകൃത്യങ്ങൾക്കാണ് 2025 നവംബറിൽ ഇയാളെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. എന്നാൽ 2020 മുതൽ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഇയാൾ 2022 വരെയുള്ള മരണങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ആഹൻ പ്രോസിക്യൂഷൻ കൂടുതൽ അന്വേഷണം നടത്തുന്നത്. 2020 മുമ്പ് ഇയാൾ ജോലി ചെയ്തിരുന്ന കൊളോണിലെ ആശുപത്രി കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ജർമ്മനിയിലുള്ള പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പഠനത്തിനും ജോലിക്കുമായി പുതിയതായി എത്തുന്നവർക്ക് ആവശ്യമായ പിന്തുണയും സഹായങ്ങളും ഉറപ്പാക്കുന്നതിനുമായി നോർക്ക റൂട്ട്സ് ജർമ്മൻ കോർഡിനേഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു. ഇതിന്റെ ഭാഗമായി നോർക്ക റൂട്ട്സ് ഉന്നതാധികാരികളും ജർമ്മനിയിലെ വിവിധ മലയാളി സംഘടനാ നേതാക്കളും തമ്മിൽ 3ാം വട്ട വെർച്വൽ ചർച്ചയാണ് സംഘടിപ്പിച്ചത്. നോർക്ക റൂട്ട്സിന്റെ CEO രാജേഷ് മാധവൻ, ജനറൽ മാനേജർ പ്രകാശ് പി ജോസഫ് എന്നിവരാണ് ജർമ്മനിയിലെ പ്രവാസി പ്രതിനിധികളുമായി കൂടിയാലോചനകൾ നടത്തിയത്. ഓഗസ്റ്റ് 9
20 ഞായറാഴ്ച വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയായിരുന്നു യോഗം. പുതിയ പ്രവാസികൾക്കുള്ള പിന്തുണ, ഉന്നത പഠനത്തിനും തൊഴിലിനുമായി ജർമ്മനിയിലേക്ക് എത്തുന്ന മലയാളി വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പ്രാരംഭഘട്ടത്തിൽ നേരിടുന്ന താമസ ഭാഷ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും കോർഡിനേഷൻ കൗൺസിൽ മുന്നിൽ നിൽക്കും. കൂടാതെ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ ചതിക്കുഴിയിൽപ്പെടാതെ ജർമ്മനിയിലേക്ക് കുടിയേറാനുള്ള മാർഗനിർദ്ദേശങ്ങളും ചർച്ചയിൽ വിഷയമായി. ജർമ്മനിയിലെ മലയാളി സമൂഹവും കേരള സർക്കാരിന്റെ നോർക്ക റൂട്ട്സും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തും. നിലവിലെ ലോക കേരളസഭാ അംഗങ്ങളായ ജോസ് കുമ്പളവേലിൽ, ഗിരികൃഷ്ണൻ, പ്രമുഖ സംഘടനാ നേതാക്കളായ കൊളോൺ കേരളസമായം പ്രസിഡന്റ് ജോസ് പുതുശ്ശേരി, ഗ്ലോബൽ മലയാളി ഫെഡറേഷൻ ചെയർമാൻ പോൾ ഗോപുരത്തിങ്കൽ, വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജോളിയം പടയാട്ടിൽ, ഡോയ്ച്ചെ മലയാളി ട്രഫൻ ബാടംപൊട്ടംബർഗ് പ്രസിഡന്റ് ജോസഫ് വെള്ളാപ്പള്ളി, ശോഭ ശാലിനി, ബേബി കലയങ്കേരിൽ, മേരി കലയങ്കേരിൽ, ഫ്രാങ്ക്ഫർട്ട് കേരളസമായം പ്രസിഡന്റ് ഡിബിൻ പോൾ, സെക്രട്ടറി ഹരീഷ് പിള്ള, റോസ്കരാവു ചാട്ട്, വിദേശ ഉപദേശക സമിതി മുൻ ചെയർമാൻ അബ്രഹാം നടുവിലെഴുത്ത്, ഡോക്ടർ അലി കൂനാരി, കേരള കൾച്ചറൽ അസോസിയേഷൻ ബെർലിൻ പ്രസിഡന്റ് രാജേഷ് ശിവരാമൻ, തോമസ് മാത്യു ഹാംബുർഗ്, ജോസഫ് കളപ്പുരയ്ക്കൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. നോർക്കയുടെ ആവശ്യം പരിഗണിച്ച് ഒരു ഓഫീസ് ജർമ്മനിയിൽ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വന്നു. ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഇറ്റലി, ഈസ്റ്റേൺ യൂറോപ്പ്, സിംഗപ്പൂർ, മലേഷ്യ, തായ്ലാന്റ്, ചൈന, UK, നോർത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് കേരള സർക്കാരിന്റെ നോർക്ക റൂട്ട്സിന് കീഴിൽ പുതിയ കൗൺസിലുകൾ നിലവിൽ വരുന്നത്. 2 വർഷത്തിലൊരിക്കൽ സമ്മേളിക്കുന്ന ലോക കേരള സഭയ്ക്ക് പുറമെ പ്രവാസികളുടെ ദൈനംദിന പ്രശ്നങ്ങൾ കണ്ടറിയാനും അടിയന്തര ഘട്ടങ്ങളിൽ പിന്തുണ നൽകാനും നോർക്കയും പ്രവാസി സമൂഹവും തമ്മിൽ വർഷം മുഴുവൻ നിലനിൽക്കുന്ന ഒരു സ്ഥിരം സംവിധാനമെന്ന നിലയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കെയർ ഹോമുകളിലും ആശുപത്രികളിലും രോഗികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വീണ്ടും പുറത്തു വന്നു. മെഡിക്കൽ സ്ഥാപനത്തിൽ വെച്ച് പരിചരണ ചുമതലയുള്ള ജീവനക്കാരൻ രോഗിയെ കഴുത്തിൽ കുരുക്കിട്ട് പിടിക്കുന്നതിന്റെയും ക്രൂരമായി കൈകാര്യം ചെയ്യുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. സംഭവം നടന്നത് ഓസ്ട്രേലിയയിലാണ്. സംഭവത്തിൽ സമഗ്ര അന്വേഷണമാണ് അധികൃതർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാമുകിയെ US-ലെ അരിസോണയിലെ അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട കേസിൽ US-ൽ നിന്ന് രക്ഷപ്പെട്ട ഇന്ത്യൻ യുവാവ് ജർമ്മനിയിൽ അറസ്റ്റിലായി. US സ്വദേശിയായ കോളേജ് വിദ്യാർത്ഥിനി യൂലിസ റൂബി സലാസറിന്റെ കൊലപാതകത്തിലാണ് 20 വയസ്സുകാരനായ കാമുകൻ വരുൺ ബാച്ച്കാരി പിടിയിലായത്. ജർമ്മനിയിൽ കസ്റ്റഡിയിൽ തുടരുന്ന ബാച്ച്കാരിയെ വൈകാതെ US-ന് കൈമാറും. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഫെഡറൽ, പ്രാദേശിക, രാജ്യാന്തര അധികാരികളുമായി സഹകരിച്ച് നടത്തിയ നീക്കത്തിലാണ് ജർമ്മനിയിൽ എത്തിയ ഉടനെ ബാച്ച്കാരിയെ പിടികൂടിയത്. ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാനായിരുന്നു ഇയാളുടെ പദ്ധതിയെന്നും പോലീസ് അറിയിച്ചു. ഈ വർഷം ജനുവരി മുതൽ ഇതുവരെ കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത് 3323 ഇന്ത്യക്കാരെയാണ്. കാനഡ ബോർഡർ സർവീസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം മൊത്തം 3779 ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു. മുൻ വർഷങ്ങളിൽ കാനഡയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാട് കടത്തപ്പെടുന്നത് മെക്സിക്കോയിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ 2026-ൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യക്കാരാണ് പട്ടികയിൽ മുന്നിലുള്ളത്. നിലവിൽ കാനഡയിൽ നിന്ന് പുറത്താക്കൽ നടപടി നേരിടുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളതും ഇന്ത്യക്കാരാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.